ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വിഷു സ്പെഷ്യലായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 375 ഗ്രാമാണ് ശർക്കര എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 375 ml വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മളത് ഒഴിച്ചു കൊടുക്കുമ്പോൾ മധുരം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യമേ കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യുക, പിന്നെ അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഇതൊരു അളവ് ഞാൻ കറക്റ്റായിട്ടോ പറയുന്നത്. ഇപ്പോൾ കുറച്ച് മധുരം കുറച്ച് മതിയെങ്കിൽ 350 ഗ്രാമൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്ത് മാറ്റി വെക്കുവാണ്. എന്നാൽ ചൂടോട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ 250 ഗ്രാമാണ് റവ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പാതി വേണം മൈദ എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ണിയപ്പമൊക്കെ വേണമെങ്കിൽ 1/2 കിലോ റവ എടുക്കുക, 250 ഗ്രാം മൈദ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചൂട് പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആറാനൊന്നും മാറ്റി വെക്കല, ആ ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ശർക്കരപ്പാനി നമ്മൾ എപ്പോഴും അരിച്ച് തന്നെ വേണം എടുക്കാൻ. ചിലപ്പോൾ കല്ലോ മണ്ണോ എന്തെങ്കിലുമൊക്കെ അഴുക്കുകൾ ഇപ്പോൾ അതിൽ കാണുമല്ലോ. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു മാറ്റി വെക്കാം. ഇത് നല്ലപോലെ ആറിയതിന് ശേഷം വേണം ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ. ഇതിനകത്ത് ഞാൻ റോബസ്റ്റ പഴമോട്ടോ ചേർക്കുന്നത്. ഇപ്പോൾ ചെറുപഴമൊക്കെ ആണെങ്കിൽ അത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. ഇത് റോബസ്റ്റ പഴം ചെറുതായതുകൊണ്ട് അത് ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. വലുതൊക്കെ ആണെങ്കിൽ പാതി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഇത് നല്ലപോലെ ആറിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഇതിലേക്ക് ആ പഴം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മളിത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞോട്ട് അത് ശ്രദ്ധിക്കണം, ചൂടാറിയതിന് ശേഷം വേണം മൈദയും പഴമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ ഇപ്പോൾ പാളയംകോട പഴമൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ പഴം വേണ്ടാന്നുണ്ടെങ്കിൽ പഴം ചേർക്കേണ്ട, കുറച്ച് ദിവസമൊക്കെ ഉണ്ണിയപ്പം വെച്ചിരിക്കുകയാണെങ്കിൽ പഴം ചേർക്കാതെ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ 250 ഗ്രാം ആയിരുന്നു റവ എടുത്തിരുന്നത്. അതിലേക്ക് 125 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അത് കുറേശ്ശെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാമേ. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് ഒത്തിരി ബാറ്റർ തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ചൂട് വെള്ളം തന്നെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ, അല്ലാതെ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കല്ല. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ചൂടോടായിരുന്നല്ലോ ഒഴിച്ചിരുന്നത്. ഇത് ഞാൻ രാത്രിയിലാണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത്, രാവിലെ ആയിട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണേ. ഇത് ഞാനൊരു 10 മണിക്കൂർ 8 തൊട്ട് 10 മണിക്കൂർ വരെ നമ്മൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തോട് കുറച്ച് തേങ്ങാക്കൊത്തും എള്ളും വറുത്തോരി ഇടാൻ പോവാണ്. അതിന് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ കളർ മാറുമ്പോൾ ഞാനിതങ്ങ് ഓഫ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളാണ് ചേർക്കുന്നത്. പിന്നെ ചൂടിൽ ആ നെയ്ക്ക് ചൂടുണ്ടല്ലോ, ആ ചൂടിൽ തന്നെ ആ തേങ്ങയുടെ കളർ കണ്ടോ മാറും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി കളർ മാറുന്നവരെ അത് ഇട്ടിരിക്കില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും കേട്ടോ. ഈ നെയ്യോട് കൂടി തന്നെ നമുക്ക് ഈ ബാറ്റിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ കറക്റ്റ് ഒരു പരുവത്തിൽ. ഇപ്പം ഞാൻ ഇതിനകത്ത് ചെയ്തപ്പോൾ നമ്മൾ ആ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇടുന്ന റവയുടെയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങളത് ചേർത്ത് കൊടുക്കാൻ. വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു പരുവം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടൊന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ആ വറുത്ത് കോരി വെച്ചിരുന്ന തേങ്ങയും എള്ളും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നെങ്കിൽ ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് മാത്രം മതിയെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കണ്ട. അതുപോലെ ഏലക്കയുടെ ടേസ്റ്റ് മാത്രം മതിയെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിൽ ഏലക്ക മാത്രമേ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി ഉണ്ണിയപ്പത്തിൻ്റെ കാര വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാമേ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചെയ്തെടുക്കും. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഏത് ഓയിലാണെന്ന് വെച്ചാൽ അതിൽ ചെയ്തെടുത്താൽ മതി. പാം ഓയിലുണ്ടെങ്കിൽ പാം ഓയിലൊക്കെ ചെയ്താൽ മതി. പക്ഷേ വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഞാനിത് ആദ്യമേ ഉണ്ടല്ലോ ഇതിനകത്ത് എണ്ണ ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ, പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കുമായിരുന്നേ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എളുപ്പം ഇതിൽ നിന്ന് ഇളകി വരും. അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ സൈഡിൽ നിന്നൊന്ന് പതുക്കെ ഒന്ന് വിട്ട് കൊടുക്കണം കേട്ടോ. ആദ്യമേ ഞാൻ തീ കൂട്ടിയിട്ടിട്ടായിരുന്ന മാവ് ഒഴിച്ചു കൊടുത്തിരുന്നത്. പിന്നെ നിങ്ങൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് ഇളക്കിയിട്ട് കൊടുക്കുവാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഇളകി, ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ പാത്രങ്ങളുണ്ടല്ലോ, അതാണെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി മുന്നേ തന്നെ ചെയ്യുന്നതിന് മുന്നേ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി വരുമായിരുന്നു കേട്ടോ. ഇത് അപ്പോൾ തിരിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഇങ്ങനെ വെച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ഇട്ടത് ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് ഇത് നമുക്ക് ഇതിൽ നിന്ന് ഇനി മാറ്റിയെടുക്കാം. ഇതേ കൂട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർക്കാം. ഇത് നമുക്ക് കോരിയെല്ലാം എടുക്കുവാണേ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന, അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിൽ റവയും മൈദയൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അരിപ്പൊടിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതിന് ചില സമയം കൂടുതലെടുക്കുമല്ലോ. ഇതും അതേകൂടെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ പഴം വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കുറച്ച് ദിവസമൊക്കെ വെച്ചിരിക്കാനാണെങ്കിൽ പഴം ചേർക്കാതെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ സോഡാപ്പൊടി ചേർക്കണമെന്നേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി കാണാം. ഓക്കെ, ബൈ.